അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെ ആയ പരാതിയാണ് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അർച്ചന, ഇത് വളരെ നേരത്തെ തന്നെ അൻസിബ പരാതി പറഞ്ഞിട്ട് ഇന്നലെ അൻസിബയ്ക്ക് പരസ്യമായി തന്നെ പറയേണ്ടി വന്നു. ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ട് പോലും കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ കുത്തഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ കേസെടുക്കാൻ കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, കേസിൽ വലിയ തിരിച്ചടി തന്നെയാണ് വീണ്ടും പോലീസിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ FIR ഇടാൻ, അതായത് അൻസിബയുടെ പരാതിയിൽ FIR ഇടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിലാണ് ഇപ്പോൾ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, ഒപ്പം തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് അൻസിബ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിലാണ് കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. അതായത് അൻസിബ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു. ഒപ്പം സ്റ്റേഷനിലേക്ക് അൻസിബയെ കൊണ്ട് മാപ്പ് എഴുതി ഒപ്പിടുവിച്ചു. പിന്നീട് അതിൽ പ്രതികൾക്ക് വേണ്ടി അൻസിബ അറിയാതെ തിരുത്തൽ വരുത്തി എന്നാണ് അൻസിബയുടെ പരാതി. ഇതിൽ നേരത്തെ തന്നെ ലക്ഷ്മിപ്രിയയുടെയും ഒപ്പം മറ്റ് ഭർത്താവ് ജയേഷിന്റെയും എല്ലാം തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ FIR ഇടാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ വാദം. അതിനുള്ള കഴമ്പ് ഈ കേസിലില്ല എന്നായിരുന്നു പോലീസിന്റെ വാദം. ഇതിലാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഈ ആഭ്യന്തരമന്ത്രിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ അൻസിബ ഇതിൽ പരാതി നൽകിയിരുന്നു. പിന്നീടാണ് ഈ പരാതി ഇത്തരത്തിൽ തൃപ്പൂണിത്തുറ പോലീസിൽ കൈമാറുകയും ചെയ്തത്. ഇതിൽ ഇപ്പോൾ കേസെടുക്കാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിലൊരു വിധി തൃപ്പൂണിത്തുറ കോടതിയിൽ നിന്ന് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് കേസിൽ വീണ്ടും ഇപ്പോൾ പോലീസ് നേരിടുന്നത്. നേരത്തെ കടവന്ത്ര പോലീസിന് ഇത്തരത്തിൽ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നു. അതായത് അൻസിബയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഇടപെടുകയും പിന്നീട് അന്ന് കേസെടുക്കാൻ ഉത്തരവിടുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുകയാണ്. ഇതിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ SI രേഷ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്താണ്? ഈ അൻസിബയോട് നിർബന്ധിച്ച് മാപ്പെഴുതിച്ചു, അങ്ങനെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഈ SIക്കെതിരെ പരാതി ഉള്ളത്? മൊഴിയെടുക്കാനുള്ള പേരിൽ അൻസിബയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, അതായത് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ ഇത്തരത്തിൽ മാനസികമായി പിരിമുറുക്കുന്ന തരത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ. ഈ വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു എന്നതാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി. ഇതിലാണ് SI രേഷ്മയ്ക്കെതിരെ അൻസിബ പരാതി നൽകിയത്. മാത്രമല്ല സ്റ്റേഷൻ രേഖയിൽ അൻസിബയെ കൊണ്ട് മാപ്പ് എഴുതി ഒപ്പിടുത്തി. പിന്നീട് അതിൽ പ്രതികൾക്ക് വേണ്ടി അൻസിബ അറിയാതെ തിരുത്തൽ വരുത്തി എന്നാണ് അൻസിബയുടെ പരാതി. ഇതിലാണ് ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ കേസിൽ SI രേഷ്മയുടെ അടക്കം മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ തുടർ നടപടികളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം നൽകിയ പരാതിയാണ്. ഈ പരാതി പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. അതിലാണ് ഒരു നടപടിയും എടുക്കാതെ FIR പോലും ഇടാതെ പോലീസ് ഇത്തരത്തിൽ ഉരുണ്ട് കളിച്ചത്. തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി ഇതിൽ കേസെടുക്കാൻ കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തത്. മാത്രമല്ല ഇതിൽ വകുപ്പുകൾ പ്രകാരം തന്നെ കേസെടുക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു കാരണവുമില്ലാതെ അൻസിബയെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു. അതിന്റെ അടക്കം CCTV ദൃശ്യങ്ങളൊക്കെ കയ്യിലുണ്ട് എന്ന് അൻസിബ പറയുകയും ചെയ്തിരുന്നു. ഇതിലൊക്കെ അവർ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ തുടർ നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഇതേ സമാനമായ അനുഭവമാണ് അൻസിബയ്ക്ക് നേരത്തെ ഈ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിലും ഉണ്ടായിരുന്നത്. ആ പരാതിയിലും ഇത്തരത്തിൽ പോലീസ് ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. FIR ഇടുകയും ചെയ്തില്ല. അതിൽ സാക്ഷിമൊഴികൾ അടക്കം ഉണ്ടായിരുന്നു. തെളിവുകളൊക്കെ ഹാജരാക്കിയെന്ന് അൻസിബ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് പ്രതികൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് എടുത്തതെന്നാണ് അൻസിബ ആരോപിച്ചത്. തുടർന്നാണ് അവർ ആ ഘട്ടത്തിലും കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇപ്പോഴും സമാനമായ രീതിയിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അൻസിബ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്മിപ്രിയ, ഭർത്താവ്, അതോടൊപ്പം തന്നെ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്ന വിവരങ്ങളാണ് അർച്ചന നൽകിയത്.